എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ വീണ്ടും ഒരു പുതുവത്സരം കൂടെ ആഗതമായിരിക്കുകയാണ്. 2025ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. പലർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാകും അല്ലേ? ജിമ്മിൽ പോകണം, വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ ഒന്ന് നിർത്തണം, നല്ല പൈസ ഉണ്ടാക്കണം, നല്ല ജോലി നേടണം, പുതിയ വിദ്യാഭ്യാസം നേടണം, പുതിയ പാർട്ട്ണറെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞല്ലേ? അപ്പോൾ എല്ലാം തന്നെ ഈ 2025 സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വർഷത്തെ ന്യൂ ഇയർ കണ്ടന്റ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 2025 പ്രഡിക്ഷൻസ് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ 2024 ആകാറായപ്പോഴേക്കും 2024 പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ആരുടെയാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകേൾവിയുള്ള രണ്ട് പേരുകളാണ്. ഒന്ന് നൊസ്ട്രാഡാമസ്, രണ്ട് ബാബ വാങ്കെ. ഇവരുടേതെന്നും പറഞ്ഞ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവരുടെ പ്രവചനങ്ങളുടെയൊക്കെ സത്യാവസ്ഥ, ഇവരുടെ ചരിത്രം ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ജസ്റ്റ് ഇന്റർനെറ്റ് ഹോക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാലരമ കഥ പോലെ ഒരു ഫിക്ഷൻ ആയിട്ട് മാത്രം പ്രചരിക്കുന്ന കാര്യങ്ങൾ, ജസ്റ്റ് ഒരു രസകരമല്ല ഇതൊക്കെ നോക്കുന്നത്, അങ്ങനെ മാത്രം കാണുന്ന ഒരു പ്യുവർ ഫിക്ഷൻ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുന്നേ 2024 പ്രവചനങ്ങൾ എന്ന് പറഞ്ഞ് 10 ഒരു വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതിൻ്റെ അകത്ത് എത്ര സംഭവിച്ചു നമുക്ക് നോക്കാം. ഞാൻ എണ്ണി നോക്കിയപ്പോഴേക്കും ഏകദേശം 1, 2, 3, വേണമെങ്കിൽ 4 എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അടുത്ത വർഷം ഇനി 2026 ആകുമ്പോഴേക്കും ഇപ്പോൾ പറയാൻ പോകുന്ന പ്രവചനങ്ങൾ നമ്മൾ റീവിസ്റ്റ് ചെയ്തിട്ട് എത്രണ്ണം സംഭവിച്ചു എന്നൊക്കെ റീചെക്ക് ചെയ്യാം. അതൊരു രസകരമായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും കഴിഞ്ഞ വർഷത്തിലെ നോക്കുവാണെങ്കിൽ അതിൽ 8ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന ഗ്രേറ്റ് എർത്ത് വേക്ക് ഇൻ സിറ്റി ഓഫ് എക്സസ്, അതായത് ഒരു പവർഫുൾ സിറ്റിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നതാണ്, ഭൂമി കുലുക്കം ഉണ്ടാകുന്നതാണ്. അത് അധികമൊന്നും അങ്ങോട്ട് പോയില്ല. ജനുവരി 1-ാം തീയതി തന്നെ ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ്. 504 മരണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.5 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഭൂകമ്പമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 7ാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യ വിൽ റൈസ് ടു എ ഗ്ലോബൽ പ്രൊമിനൻസ്, അതായത് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുമെന്നാണ്. ഉയർന്നില്ലേ? ഒരുപാട് മേഖലകളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേട്ടം പറയാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായിട്ട് തമിഴ്നാടുകാരൻ ഡി ഗുകേഷ് മാറിയിരിക്കുകയാണ് അല്ലേ. വലിയ അനുമോദനങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നത്. ലോകം മൊത്തത്തിൽ ഗുകേഷിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. കാരണം ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായിട്ടായിരുന്നു അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചു. ഇന്റർനാഷണലി എല്ലാ മാധ്യമങ്ങളും, എല്ലാ രാജ്യത്തെയും ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത വന്നില്ലേ. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റൊരുപാട് മേഖലകളിൽ മുന്നേറുന്നത് കാണാൻ പറ്റും. പക്ഷെ അതിലൊക്കെ പലർക്കും പല അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്തു പറയാത്തത്. എന്തായാലും നമുക്ക് അടുത്തൊരു കാര്യം പറയുവാണെങ്കിൽ, എക്കോണമിക് ക്രൈസിസ്, ലോകത്തെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് 3ാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പാകിസ്ഥാന്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഈ 2024 അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിട്ട് പോയിട്ടുള്ളത്. അവിടുന്ന് വരുന്ന വീഡിയോസും വാർത്തകളും ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അത്രത്തോളം ഒരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യവും, അവിടെ ഒന്നും കിട്ടാനില്ല, എല്ലാവരും റോഡിലേക്കും അവിടുത്തെ ഷോപ്പുകളും ഒക്കെ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ അവിടുത്തെ കാര്യങ്ങൾ പോകുന്ന വളരെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ അവസാനം എന്ന് വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയിട്ട് പിന്നീട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. എന്തായാലും അതും ഏകദേശം സംഭവിച്ച മട്ട് തന്നെയാണ്. ഇനി നമുക്ക് 2025ലേക്കുള്ള 10 പ്രവചനങ്ങൾ പറയാം. ഓർക്കുക, ഇത് വെറും ഫിക്ഷൻ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഒരിക്കലും ഒരാൾക്ക് ധ്യാനിച്ചിരുന്ന പ്രവചനങ്ങൾ നടത്താനൊന്നും സാധിക്കില്ല. പ്രവചനങ്ങൾ സാധ്യമാണ്. അതെങ്ങനത്തെ പ്രവചനങ്ങളാണ്? സയന്റിഫിക് ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ പ്രവചനം, അല്ലെങ്കിൽ ഭൂമി കുലുക്കം വരുമെന്നുള്ള പ്രവചനം, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസീസ് ഒക്കെ പ്രവചിക്കില്ല, തീവ്രവാദാക്രമണത്തിലുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾക്കും പറയാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഫിക്ഷൻ ആയിട്ട് മാത്രം എടുക്കുക. 1ാമത്തെ പ്രവചനം എന്തെന്നാൽ, യൂറോപ്പിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതാണ്. അവിടെ വലിയ 2 ശക്തികൾ തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ, തന്മൂലം അവിടെ വലിയൊരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സന്തുലിതാവസ്ഥ തകരുകയും അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു എക്കോണമിക് ക്രൈസിസ് രൂപപ്പെടുകയും അവിടുത്തെ ഒരു സോഷ്യൽ അൺട്രസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അതായത് സാമൂഹികമായ ഒരു കലാപകുലുഷിത അന്തരീക്ഷത്തിലേക്ക് ഇത് നയിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കപ്പെടുന്നത്. നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ സിനേറിയോസ്, അതായത് ഈ ഭൗമരാഷ്ട്രപരമായിട്ടുള്ള അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. 2 ഗ്ലോബൽ അപ്പോക്കാലിപ്സ്, ആഗോള അപ്പോക്കാലിപ്സ്. അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവനാശത്തിന് മുന്നോടിയായിട്ടുള്ള മഹാദുരന്തം എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഒരു വലിയ ഉൽക്ക വീണ് മനുഷ്യന്മാരെല്ലാം ഈ ഭൂമുഖത്ത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒന്നിനേക്കാണ് നമ്മൾ അപ്പോക്കാലിപ്സ് എന്ന് പൊതുവെ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോക്കാലിപ്സിന്റെ തുടക്കം നമുക്ക് 2025 മുതൽ കാണാൻ സാധിക്കുമെന്നാണ്. അതായത് അപ്പോക്കാലിപ്സ് വന്ന് മനുഷ്യൻ സർവനാശം സംഭവിക്കുന്നത് വർഷം 5079 പക്ഷേ ഒറ്റടിക്കായിരിക്കില്ല. പതുക്കെ എന്തെങ്കിലും രോഗങ്ങൾ വന്നോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ വന്നോ ഒക്കെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ
2025 മുതൽ ഇതിന് മുന്നോടിയായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ മനുഷ്യർക്കിടയിൽ പകരുകയും അങ്ങനെ ഒരുപാട് പേര് മരണപ്പെടും. അതുപോലെ വലിയ പ്രളയങ്ങളും സുനാമികളും ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. അതുപോലെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള യുദ്ധങ്ങൾ, അല്ലെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും, ന്യൂക്ലിയർ വാറുകളിലേക്ക് പോകും. അങ്ങനെയൊക്കെ 5079 കൊണ്ട് മനുഷ്യന്റെ സർവനാശത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2025 നിന്നായിരിക്കുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനമായിട്ട് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. 3, അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള കോൺടാക്റ്റ് ആണ്. മനുഷ്യന് ബുദ്ധിവെച്ച കാലം മുതൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഭൂമിയിലല്ലാതെ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ മറ്റേതെങ്കിലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ജീവനുണ്ടോ എന്നുള്ളതല്ലേ. മനുഷ്യൻ ആദ്യം ടെലസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെതി പോലുള്ള ഏജൻസികൾ തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ശാസ്ത്ര ലോകം അതിനുവേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളെന്ന് പറഞ്ഞ ഒരു കുത്തിന്റെ അത്രയും പോലും ഇല്ലല്ലേ. അപ്പോൾ ഈ അനന്തമായി കിടക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ അല്ലെങ്കിൽ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് ചിന്തിക്കുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് സത്യം പറയുവാണെങ്കിൽ. അപ്പോൾ ഒരു പ്രഡിക്ഷൻ ആയിട്ട് പറയുന്നത് 2025 ഒരു ഏലിയൻ കോൺടാക്റ്റിന്റെ ആദ്യത്തെ അടയാളങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നലുകളോ, നമുക്ക് പല സിഗ്നലുകളെന്നും പറഞ്ഞ് പല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വൗ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞ സാധനം കൊണ്ടല്ലേ, അതൊക്കെ എന്തെങ്കിലും റാൻഡം സിഗ്നലാണ്, ഏലിയൻ സിഗ്നലാണെന്നും അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് അയച്ചാണെന്നും ഉറപ്പില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കോൺടാക്ട് നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രവചനത്തിൽ പറയുന്നത്. ഇവർ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജിയിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ വരവോ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള കോൺടാക്റ്റോ ഒരുപക്ഷെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ ഒക്കെ തന്നെ നമ്മളുടെ ടെക്നോളജി പരമായിട്ടുള്ള ശാസ്ത്ര പുരോഗതിക്കും നമ്മളുടെ ഈ ഒരു സാങ്കേതിക വിദ്യയിലെ പുരോഗതികളിലേക്ക് നയിക്കും. അതുപോലെ തന്നെ സ്പേസ് ടെക്നോളജിയിൽ മാറ്റമുണ്ടാകും, ഒരുപാട് ചർച്ചകളുണ്ടാകും, അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയോ തുടങ്ങിയ ഒരുപാട് ഡിബേറ്റുകൾക്കും ഇത് തിരികൊളുത്തുമെന്നാണ് ഈ ഒരു പ്രവചനത്തിൽ പറയുന്നത്. 4, പുരാതന രോഗങ്ങളുടെ തിരിച്ചുവരവാണ്. വർഷം 1300കളിൽ യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട ബുബോണിക് പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. ആ ഒരു പകർച്ചവ്യാധിയിൽ, ആ ഒരു മഹാമാരിയിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ ഏകദേശ കണക്കായിട്ട് വിക്കിപീഡിയയിൽ പറയുന്നത് 2.5 കോടി മുതൽ 5 കോടി വരെയാണ്. അപ്പോൾ അത് എത്രത്തോളം മാരകമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ, എത്ര വലിയ തോതിലാണത് പകർന്നതെന്നും അത് പകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മരണം ഉറപ്പായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ചികിത്സ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ അല്ലേ. ഇനി ഇപ്പോൾ പ്ലേഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ പ്ലേഗ് പണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഓരോ വർഷവും. പക്ഷേ അത് അത്രത്തോളം റെയർ ആണെന്ന് ഓർത്തുകൊള്ളുക. എന്തായാലും ഈ പ്രവചനത്തിൽ പറയുന്നത് പ്രകാരം ഇതുപോലുള്ള മഹാമാരികൾ ഉണ്ടായിരുന്നല്ലോ, അത്രത്തോളം ജീവനുകൾ എടുത്ത കൊടിയ ശേഷിയുള്ള മരണനിരക്കുള്ള പകർച്ചവ്യാധികൾ വീണ്ടും വരുമെന്നാണ്. അതിന് കാരണമായിട്ട് ഈ പ്രവചനത്തിൽ പറയുന്നത്, ഇന്റർനെറ്റിൽ പറയുന്നത്, നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ബാക്ടീരിയ വൈറസിനെ മരുന്നുകൾ കൊല്ലുകയാണല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മരുന്നിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസും അല്ലെങ്കിൽ വാക്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈറസുകളും ഒക്കെ ആയിരിക്കും ഇതിന്റെ കാരണമായി മാറുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബാക്ടീരിയാസും വൈറസൊക്കെ മ്യൂട്ടേറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് ശക്തി പ്രാപിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ ഗംഗയിൽ നിന്നോ മറ്റോ ആന്റിബയോട്ടിക് റെസിസ്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഴുക്ക് വെള്ളത്തിൽ കുളിക്കരുത് തുടങ്ങിയ അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു തോന്നുന്നു. ഞാനത് കിട്ടുവാണെങ്കിൽ ഇവിടെ ഇടാം. അതായത് സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ആന്റിബയോട്ടിക് ഉപയോഗിക്കും അല്ലേ. ആന്റിബയോട്ടിക്കിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ അത് തീർത്തും അപകടകരം തന്നെയാണ്. പുതിയ വൈറസുകളുടെ പുതിയ ബാക്ടീരിയകളുടെ ഉൽപ്പത്തിക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറിയേക്കാവുന്ന ഒന്നാണ് പെർമാഫ്രോസ്റ്റ് അല്ലേ. നമ്മൾ പണ്ട് പെർമാഫ്രോസ്റ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉരുകി കിടക്കുന്ന മഞ്ഞുകളുണ്ടല്ലോ, ചിലപ്പോൾ അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അതിൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ബാക്ടീരിയോ വൈറസുകളോ ഒക്കെ ഉണ്ടായിരിക്കാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ ഐസുകളോ ഗ്ലേസിയേഴ്സോ ഉരുകുമ്പോഴേക്കും ഇവന്മാർ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പണ്ട് സൈബീരിയയിൽ നിന്നോ മറ്റോ കണ്ടെത്തിയെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞർ ആശങ്ക പ്രകടിപ്പിച്ച കാര്യം എന്തെന്നാൽ ഇതെങ്ങനെയാണ് മനുഷ്യനെ അഫക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് ഒരു പരിചയവുമില്ലാത്ത വൈറസുകളും ബാക്ടീരിയസും ഒക്കെയാണത്. ഇത്രയും വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്, ഹൈബർനെറ്റ് ചെയ്ത് കിടക്കുകയാണ്. അത് അവർ ഐസ് ഉരുകിയപ്പോഴേക്കും പുറത്ത് ജീവനോടെ തന്നെ വരികയാണ്. ഒരു പ്രശ്നവുമില്ലാതെ അവൻ കൃത്യമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു കാര്യവും ഒരു വെല്ലുവിളിയായി മാറിയേക്കാം എന്നുള്ളതും ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. 5, വൈദ്യശാസ്ത്രം അഥവാ മെഡിക്കൽ സയൻസിലുള്ള വളർച്ചയാണ്. ഇത് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള മനുഷ്യ അവയവങ്ങൾ നിർമ്മിക്കുന്നതിൽ ശാസ്ത്രലോകം, അതായത് മെഡിക്കൽ സയൻസ് പുരോഗതി കൈവരിക്കുമെന്നാണ്. ഇപ്പോൾ ചെവിയൊക്കെ വളർത്തിയെടുക്കുന്ന ടെക്നോളജിയൊക്കെ എലിയുടെ പുറത്തൊക്കെ പരീക്ഷണം നടത്തി അതൊക്കെ എന്തോ ആയി വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും കൃത്രിമമായിട്ടുള്ള ഗർഭപാത്രങ്ങളുടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൃത്രിമമായിട്ടുള്ള ഗർഭപാത്രത്തിൽ ഒരു ആടിനെ കംപ്ലീറ്റ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ആട്ടുംകുഞ്ഞിനെ അല്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അത് മനുഷ്യന്റെ ഗർഭപാത്രം കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്രിമമായിട്ടുള്ള അവയവങ്ങളിൽ ഇപ്പോൾ നമുക്ക് ചെവിയാകാം, മൂക്കാകാം, അതുപോലെ തൊലി ഇങ്ങനെ ഒരു രൂപത്തിൽ വളർത്തി
വളർത്തിയെടുക്കുന്ന ഒരു ടെക്നോളജി ആകാം. അതിലേക്കൊക്കെ ഈ ഒരു വർഷം അഡ്വാൻസ്മെന്റ് പുരോഗതി ഉണ്ടാകുമെന്നാണ് ഈ ഒരു പ്രവചനത്തിൽ പറയുന്നത്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ മെഡിക്കൽ സയൻസുമായിട്ട് സമന്വയിപ്പിക്കുന്നതോടുകൂടിയിട്ട് വലിയൊരു പുരോഗതി എന്തായാലും കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെ ഉറച്ച് നമ്മൾ വിശ്വസിക്കുന്നു. 6 പ്രത്യേകിച്ച് പ്രവചനം ഒന്നും വേണ്ടാത്ത സാധനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കെടുകാര്യസ്ഥത മൂലം ഇത് സംഭവിക്കുമെന്നുള്ളത്. മറ്റൊന്നുമല്ല, പരിസ്ഥിതി ദുരന്തങ്ങളാണ്. വയനാടൊക്കെ സംഭവിച്ച ഉരുൾപൊട്ടൽ പോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകളെ നമ്മൾ പൂർണ്ണമായിട്ടും അവഗണിച്ച് തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് നമ്മളുടെ സർക്കാർക്ക് എടുത്തിട്ടുള്ളത്. അത് അപ്പാടെല്ലാം ചെയ്യണമെന്നല്ല, പക്ഷെ അതിനെയൊക്കെ നേരെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടുന്ന ഒരു നയം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി എന്ന് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മാത്രമല്ല, വരൾച്ച വരാം, അതുപോലെ വെള്ളപ്പൊക്കം വരാം. വെള്ളപ്പൊക്കം ഇപ്പോൾ നമ്മുടെ റോഡുകൾ ഒരു വെള്ളം ഒഴുകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളും ടൗൺ പ്ലാനിങ്ങും വരുന്ന കാരണം എന്താ സംഭവിക്കുക, ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ നമ്മളുടെ പല നഗരങ്ങളും അല്ലെ തിരുവനന്തപുരമൊക്കെ പെട്ടെന്ന് തന്നെ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളും ഒരു ചെറിയ മഴ പെയ്താൽ പെട്ടെന്ന് മുങ്ങുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ അനാസ്ഥ കൊണ്ട് നിരുത്തരവാദിത്തമായിട്ടുള്ള ഇടപെടൽ മൂലമാണല്ലേ. ഇനി കാലാവസ്ഥയിൽ മാറ്റമുള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക, ഗ്ലേസിയേഴ്സ് വലിയ മഞ്ഞ് മലകൾ ഉരുകുകയും അതുമൂലം കടലിൽ വെള്ളം കയറുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം സംഭവിച്ച് ചൂട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ മൊത്തം ഒരു ദുരന്തങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ഇത് കാരണം, അതായത് ഈ മണ്ണിൽ ഇടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഇതുപോലെ പ്രളയം ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഒരുപാട് ആൾക്കാരെ മാറ്റി താമസിക്കേണ്ടി വരും. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് ബാബ വാങ്കയുടെ ഈ ഒരു പ്രഡിക്ഷനിൽ പറയുന്നത്. 7 റഷ്യയിൽ ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാകുമെന്നാണ്. അതായത് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിന് ആരോഗ്യപരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വധശ്രമമോ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുകയും ഇത് രാജ്യത്ത് വലിയൊരു അസ്ഥിരത ഉയർത്തിയേക്കാമെന്നുള്ളതുമാണ് ബാബ വാങ്കയുടെ പ്രവചനത്തിൽ പറയുന്നത്. ഇനി രാജ്യത്തിനകത്ത് തന്നെയുള്ള പല ഗ്രൂപ്പുകളും പുടിന് നേരെ തിരിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. പുടിന് നേരെ യുദ്ധം ചെയ്യാൻ പോകുന്ന കൂലിപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അകത്ത് തന്നെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാനും ഒരു പക്ഷേ ഈ ഒരു സംഭവം കാരണമായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മൊത്തത്തിലൊരു ഇംബാലൻസ്, ഒരു അരക്ഷിതാവസ്ഥയും അവിടുത്തെ സന്തുലിതാവസ്ഥയും തകരുന്ന രീതിയിലേക്ക് ഈ ഒരു വധശ്രമം മൂലം നയിച്ചേക്കാം. പുട്ടിന്റെ സ്വഭാവം അറിയാലോ, ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നല്ലതുപോലെ ആക്രമിക്കും അല്ലേ. അപ്പോൾ വലിയൊരു കലാപങ്ങളിലേക്കായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കാര്യം നയിക്കുന്നത്. അത് രാജ്യത്തിന്റെ അകത്ത് തന്നെയാണെന്ന് ഓർക്കണം. 8 സാങ്കേതിക പുരോഗതിയാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചിരിയാണ് വന്നിട്ടുള്ളത്. അതായത് ഇന്റർനെറ്റ് ആർട്ടിക്കിൾ ആണല്ലോ ഇത്. അതിൻ്റെ അകത്ത് പറയുന്നത് ബാബ വാങ്കെ ടെക്നോളജി അത്രത്തോളം വികസിക്കും എന്നൊക്കെ പ്രവചിച്ചെന്ന്. ടെക്നോളജിയെ പറ്റി മനുഷ്യൻ പറയാൻ തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ചിലപ്പോൾ മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. എല്ലാ മേഖലയിലും ശാസ്ത്ര മേഖലയിൽ വലിയൊരു മുന്നേറ്റം കൈവരിക്കുമെന്ന് മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. എന്നൊക്കെ ഈ ഒരു ഇന്റർനെറ്റ് ആർട്ടിക്കിളിലായിരിക്കാം കൂട്ടിച്ചേർത്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞിട്ട് പോലും ഇല്ലായിരിക്കാം, വെറുതെ തള്ളിവിടുന്നതായിരിക്കാം. എന്തായാലും ഇതിൽ പറയുന്ന പ്രകാരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാലരമ കഥ അല്ല, അതിൽ വരുന്നൊരു സംഭവമായിട്ട് കേട്ടാൽ മതി. ടെക്നോളജി ഒരുപാട് വികസിക്കുകയും അത് നമ്മുടെ മെഡിക്കൽ രംഗത്ത്, ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത്, നമ്മുടെ യുദ്ധമേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. അതോടൊപ്പം ഇത് കാരണം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളും നിലനിൽപ്പുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് പേരെയൊക്കെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്നോളജിയിൽ അറിവില്ലാത്തത് മൂലമല്ലേ. അതൊക്കെ സംഭവിക്കുമെന്നും ഈ ഒരു പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അത് ഞാൻ ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല പറയുന്നത്. നമ്മൾ ടെക്നോളജി അത്ര വേഗത്തിലാണ് ഓരോ ദിവസവും സ്റ്റെപ്പായിട്ട് പോകുന്നതല്ലേ. ഇപ്പോൾ എല്ലാ മേഖലയും കൈയടക്കി കഴിയുകയാണ്. കാരണം നിങ്ങളുടെ ജോലി പോകത്തില്ല, പക്ഷേ ഉപയോഗിക്കാൻ അറിയാവുന്നവർ കാരണം നിങ്ങളുടെ ജോലി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ടെക്നോളജീസ് ഉപയോഗിക്കാൻ പഠിച്ചേ മതിയാകത്തുള്ളൂ. 9 സാമ്പത്തിക മാറ്റങ്ങളാണ്. ആഗോള സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളാണ്, നമുക്കറിയാം അല്ലേ. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ്, അവരുടെ ആ ഒരു പവർ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ അമേരിക്കക്കാലൊക്കെ മുകളിൽ പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി 2030-35 അത് 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പല പ്രൊജക്ഷൻസും സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ അഥവാ വെസ്റ്റേൺ കൺട്രീസിന്റെ അടുക്കൽ നിന്ന് ഈ ഒരു പവർ മാറിയിട്ട് ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു മൊത്തം സാമ്പത്തിക ശേഷിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് പവർ ഉണ്ടല്ലോ, നമ്മളായിരിക്കും പിന്നെ ലോകം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഒരു പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ പ്രവചനങ്ങൾ അപ്പാടെ മാറ്റി വയ്ക്കും. പല പ്രൊജക്ഷൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ 2030-35 ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ്. നമ്മളിപ്പോൾ 5ാമത്തെയോ ഒക്കെ ആണല്ലേ. അപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അടുത്തടുത്ത സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചൈനയും വലിയ ശക്തിയാണല്ലേ. അപ്പോൾ ഏഷ്യയിലേക്ക് കംപ്ലീറ്റ് കളി മാറുമെന്നാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നത്. 10ാമത്തെ പ്രവചനം, അമേരിക്കയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും പസഫിക് നോർത്ത് വെസ്റ്റ് റീജിയനിലായിട്ട്. അത് അമേരിക്കയുടെ ആ ഒരു പ്രദേശത്തെ അപ്പാടെ തകർത്ത് കളയാൻ ശേഷിയുള്ള ഒരു മഹാദുരന്തമായി മാറുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ അവിടെയുള്ള കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിൽ ഇത്രത്തോളം തീവ്രതയുള്ള
ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പല സയന്റിസ്റ്റുകളും വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനുള്ള സാധ്യതയും നിലനിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം നമുക്കിത് റീവിസിറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ വർഷം ചെയ്യുന്ന പോലെ തന്നെ അടുത്ത വർഷം നമ്മൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നടന്നു എന്ന് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും ഇതിൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. രസകരമായിട്ട് കമന്റ് ചെയ്താൽ മതി, എല്ലാം സീരിയസ് ആയിട്ടൊന്നും വേണ്ട. ഇനി വേറെ എന്തെങ്കിലും നടക്കുമോ, ഇപ്പോൾ 2025 ഇന്ത്യയുടെ ഗതി മാറുമോ, കേരളത്തിന്റെ ഗതി മാറുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമന്റ് ബോക്സ്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. മൊത്തത്തിൽ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുക. 2025 വർഷവും നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട്, ജീവിതത്തിലുള്ള ഏറ്റവും മികച്ച വർഷമാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.